It's me, Rahul. Welcome to Rich Talks. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് മെയ്? എനിക്ക് പ്രോഫിറ്റ് ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ ഫുൾ റാലി ക്യാച്ച് ചെയ്തായിരുന്നു. മുകളിലോട്ടുള്ള താഴോട്ട് ട്രേഡ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം നമ്മുടെ വ്യൂ മുകളിലോട്ടായതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, വീക്കിലി കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്കാണ്. മന്ത്ലി ഓൾറെഡി കഴിഞ്ഞു. മന്ത്ലി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. മന്ത്ലി ആയിട്ടുള്ള നമ്മുടെ ഈ ക്യാൻഡില് ഒരു ഫുള്ളി ബുള്ളിഷ് അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അതായത് ലാസ്റ്റ് 2 മാസത്തിന്റെ മുകളിലാണ് ഏപ്രിൽ ക്ലോസ് ചെയ്തത്. മന്ത്ലി ഒരു നല്ല വ്യൂ ആണ് നമുക്ക് നിഫ്റ്റിയിലുള്ള അല്ലെ. പിന്നെ നമ്മൾ നിഫ്റ്റിയോട് വേറെ കാര്യം എടുത്തു നോക്കാം. നമ്മളെപ്പോഴും മാർക്കറ്റ് എപ്പോഴും മുകളിലോട്ട് പോകണം അതാണ് മാർക്കറ്റിന്റെ സ്റ്റൈൽ. മാർക്കറ്റ് ഒന്നും മുന്നോട്ടേ പോകത്തുള്ളൂ. ഇത് 2020 2020 മാർക്കറ്റ് ഒരു പുള്ളപ്പ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നു, പിന്നെ ഒന്ന് മുന്നോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ ഒന്ന് കണ്ടിന്യൂസ് ഒരു ഇതാണ് 2024 ഉണ്ടായിരുന്നത്. പിന്നെ 2025 ജസ്റ്റ് ഒന്ന് ഒരു പുൾ ബാക്ക് ചെയ്തു. ഇനിയിപ്പം മാർക്കറ്റ് പോകേണ്ടത് കൊണ്ട് തന്നെയാ മുകളിലോട്ട് തന്നെയാണ് അല്ലെ. ഇത് ആക്ച്വലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിരുന്നു ഇപ്പൊ കഴിഞ്ഞു പോയത് അല്ലെ. നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഒരു സ്വിംഗ് പൊസിഷനിലൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു ടൈമാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. കാരണം മാർക്കറ്റ് ഏകദേശം ഒക്ടോബർ മുതൽ താഴോട്ട് വന്നു. ഇനി ഇതിന്റെ മുകളിലോട്ട്, അതായത് സ്വിംഗ് പൊസിഷനൊക്കെ ഇപ്പോഴും നിങ്ങൾക്കൊക്കെ സ്വിംഗ് പൊസിഷനൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന സമയമാണ് ഉള്ളത്. കാരണം ഒരു ലോങ് ടൈമിലോട്ട് 1-2 കൊല്ലത്തേക്ക്. കാരണം മാർക്കറ്റ് ഇനി ഇതിന്റെ മുകളിലോട്ടാണ് പോകാൻ പോകുന്നത് അല്ലെ. മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ജസ്റ്റ് താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് മന്ത്ലി ഇതിന്റെ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. മന്ത്ലി ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് ജസ്റ്റ് വീക്കിലിട്ട് പോവാം. വീക്കിലി എന്താണ് നിഫ്റ്റിയുടെ വ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം. വീക്കിലി വ്യൂ 1 വീക്ക് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, വീക്ക് ഫുള്ളി ക്ലോസ് വന്നിട്ടില്ല. മുകളില് അതായത് ആ റെസിസ്റ്റൻസ് തന്നെ ഇപ്പോഴും ആക്ട് ചെയ്തു. കാരണം ലാസ്റ്റ് താഴോട്ട് പിന്നൊന്ന് വരാൻ നോക്കിയെങ്കിലും ഈ താഴെയുള്ള സപ്പോർട്ട് നല്ലതായിട്ട് ആക്ട് ചെയ്തു. അവിടുന്ന് നിഫ്റ്റി താഴോട്ട് വന്നില്ല, വീക്ക് ക്ലോസ് ആയി. അപ്പം അടുത്ത ആഴ്ച ഇതിന്റെ മുകളിൽ ക്ലോസ് ആവണം. അതാണ് നമ്മുടെ നമ്മുടെ വിഷൻ. മീൻസ് അതിലോട്ടായിരിക്കും നിഫ്റ്റി പോകാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അപ്പം മന്ത്ലിയും പോസിറ്റീവ് ആണ്, വീക്കിലിയും ഓൾമോസ്റ്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെയിലി എന്താ ചെയ്യുന്നത്? ഡെയിലി ഡേ ട്രേഡിങ്ങിൽ ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലെ. അത് ലോങ് ടൈം, അതായത് ഒരു ഇപ്പൊ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും നിഫ്റ്റി ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അത് ലോങ് ടൈമിലോട്ട് ഓക്കെയാണ് നിഫ്റ്റിയുടെ വ്യൂ. പക്ഷെ നമ്മൾ ഡേ ട്രേഡർ ആണ്. ഡെയിലി നിഫ്റ്റി ഓക്കെ അല്ല. കാരണം ഈ ഒരു ഉണ്ട്, ഇവിടെ എല്ലാം വിക്സ് ആണ്. അതായത് ഇവിടെയൊക്കെ ഫുൾ ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഓൾറെഡി ഉണ്ട്, ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 2 ചാൻസ് ആണ്. ഇതെല്ലാം എടുത്തിട്ട് നിഫ്റ്റി മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ഇവര് വിചാരിച്ച പോലെ നിഫ്റ്റി താഴോട്ട് വരാം അല്ലെ. അപ്പൊ 2 ചാൻസ് ആണത്. അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് നിഫ്റ്റി പോവുകയാണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് അടുത്ത റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ 27,729 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 27,800 ഈ റേഞ്ചിലോട്ട് പറയാം. നിഫ്റ്റി ഈ ഏജിലോട്ടായിരിക്കും ഇനി പോകാനുള്ള ചാൻസ്. നമുക്ക് 1 ഹവറിലോട്ട് ഇട്ടൊന്ന് ജസ്റ്റ് നിഫ്റ്റിനെ നോക്കാം. 1 ഹവറിലും നിഫ്റ്റി ഇന്നലെ ട്രാപ്പ് നടത്തിയിട്ടുണ്ട് മുകളിലോട്ട്. അപ്പൊ ആക്ച്വലി ഞങ്ങൾക്ക് ആ 1 ഹവർ തന്നെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയായിരുന്നു. നമുക്കിവിടെ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 570 500 24,500 ടാർഗറ്റ് വെച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്റെ വീഡിയോ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 24,500 ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയില്. മുകളിലോട്ട് ഈ ഒരു കൺസൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,500 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഞാൻ 24,540 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ നമുക്ക് നാളത്തേക്കുള്ള, അതായത് മൺഡേയിലോട്ടുള്ള നിഫ്റ്റിയുടെ ഒരു നമ്മുടെ വ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഡേ ലോയും ഡേ ഹൈ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ കൺസോൾട്ടേഷൻ തന്നെയാണ്. ഈ ഏരിയയിൽ നിഫ്റ്റി പോയിട്ടില്ല. ഈ ഏരിയയിൽ നിഫ്റ്റി ഒന്ന് പോയെങ്കിലും തിരിച്ച് നമ്മുടെ ആ കൺസോൾട്ടേറ്റ് ഏരിയയിൽ പിന്നെയും തിരിച്ചു വന്നു. അപ്പം ഈ ഏരിയയിൽ നമ്മൾ നിഫ്റ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട് തന്നെ. അപ്പം ഈ ഏരിയ മൊത്തമായിട്ട് നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. കാരണം ഒരു ഫേക്ക് ബ്ലോക്ക് മുന്നോട്ട് തന്നിട്ട്
ചിലപ്പോൾ നിഫ്റ്റി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ? ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ, ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ താഴോട്ടോ മുകളോട്ടോ നിഫ്റ്റി വെയിറ്റ് ചെയ്യുന്ന ബ്രേക്ക് ചെയ്യുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് എന്താ പറയാ, ഈ ഒരു ഏരിയ വെയിറ്റ് ചെയ്യുന്ന നമുക്ക് എപ്പോഴും നന്നായിരിക്കും. കാരണം ഈ ഒരു ഏരിയ ട്രേഡ് ചെയ്യണ്ട, ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. നിഫ്റ്റി ഇവിടെ എവിടെയെങ്കിലും ക്ലോസ് ആകട്ടെ നാളെ, അല്ല മൺഡേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ആകട്ടെ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡ്. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ തരാൻ ചാൻസ് ഇല്ല. ബ്രേക്ക് ചെയ്തിട്ട് ഡേ ട്രേഡിങ്ങിൽ നമ്മൾ ഡേ ട്രേഡിങ് ചാർട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ നിഫ്റ്റി മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന് മുകളിൽ സ്ട്രോങ് ക്ലോസ് തരുന്നവരെ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കേണ്ടതാണ് പറയാം. അപ്പൊ ഇതിന്റെ മുകളിൽ നിഫ്റ്റി മുകളോട്ട് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ടാർഗറ്റ് 24,750 ആ റേഞ്ചിൽ ഇറങ്ങുക മുകളോട്ട്. അതല്ല, നമ്മുടെ ലോ ആണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ ലോ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 24,100 അല്ലെങ്കിൽ 2400 ഇറങ്ങാം. 2400 സേഫ് ആയിട്ട് 2400 ഇറങ്ങാം താഴോട്ട് വരികയാണെങ്കിൽ. അപ്പൊ ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ നമ്മുടെ ഒരു മൺഡേയിലെ നിഫ്റ്റിയുടെ വ്യൂ. നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്താന്ന് പറയുന്നത് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ആ ഏരിയയിൽ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യാണ് അല്ലെ. ബാങ്ക് നിഫ്റ്റി ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഇത്ര ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിന്റെ അടിയിൽ ഒരു പോസിറ്റീവ് ക്ലോസ് ബാങ്ക് നിഫ്റ്റി തരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. ഒരു പോസിറ്റീവ് ക്ലോസ് തരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി. അതായത് ഒരു 5 മിനിറ്റ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പുൾ ബാക്ക് ചെയ്തിട്ട് അല്ല, ഒരു ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ചെയ്യുന്ന ഒരു കേരളം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് സുഖമായിട്ട് ട്രേഡ് എടുക്കാം. 15 മിനിറ്റ്സിലാണ് ചിലപ്പം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ 15 മിനിറ്റ്സിലാവുമ്പോൾ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ ക്യാൻഡിലിന്റെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ട്രേഡ് എടുക്കുക. അടുത്ത ക്യാൻഡിൽ എങ്ങനെയും ഓപ്പൺ ആകുമ്പോൾ ജസ്റ്റ് പുൾ ബാക്ക് ചെയ്യും, അതിൽ ട്രേഡ് എടുക്കുക. ഇതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയും കൺസോളിഡേറ്റഡ് ആണ്. എങ്ങോട്ടാണ് പോകാൻ നമുക്കിപ്പോൾ അറിയത്തില്ല. അപ്പം ഇത് താഴോട്ട് ബ്രേക്ക് ആവാൻ ചാൻസ് ആണ് കൂടുതലുള്ളത്. ഒന്നും ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായാൽ പോലും ആ ഏരിയ ഇന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി നല്ല, അതായത് ഇപ്പൊ ഈ ഒരു വ്യൂ നമുക്ക് നല്ലതാണ്, നമുക്ക് ട്രേഡ് ചെയ്യാം. കാരണം അത് ആദ്യം കൺഫ്യൂഷനൊന്നും നമുക്ക് ചാർട്ടിൽ കാണുന്നില്ല. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒബിയസ്ലി അതിന്റെ മുകളിലോട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 24,100 ആ ഇതിലിറങ്ങാം മുകളിലോട്ട്. പക്ഷെ മുകളിലോട്ടുള്ള ട്രേഡ് നോക്കാം. ട്രെൻഡ് അപ്പ് തന്നെയാണ്. അതായത് ഒരു ഫുൾ അപ്പ് റാലി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാലി കഴിഞ്ഞിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പം ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ, ഇങ്ങോട്ടാണെങ്കിലും അല്ല ഇങ്ങോട്ടാണെങ്കിലും. അപ്പൊ എങ്ങോട്ടാണെങ്കിലും ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് നിഫ്റ്റിയിലെ എൻട്രി വന്നത് തന്നെ കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളോട്ട് 24,500 ടാർഗറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാം. കറക്റ്റ് 24,500 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നിഫ്റ്റി പുൾ ബാക്ക് ചെയ്തു. പുൾ ബാക്ക് ചെയ്തിട്ട് നിഫ്റ്റിയുടെ ലോയിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്, ലോയുടെ കുറച്ച് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡേ ലോയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ നിഫ്റ്റി ഇപ്പോഴും തന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് കൊണ്ടീഷൻ തന്നെയാണ്. കാരണം നിഫ്റ്റി ഇറങ്ങിയെങ്കിലും താഴോട്ട് വന്നെങ്കിലും തിരിച്ച് നിഫ്റ്റി അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ലോയുടെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഒരു സേഫ് ട്രേഡറിന് അല്ലെങ്കിൽ ഒരു ബിഗിനറിന് നമുക്ക് ഈ ഒരു ഏരിയ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിട്ട് എടുത്തിട്ട് നിഫ്റ്റിനെയും അപ്പൊ നിഫ്റ്റി ബാങ്കിനെയും നമുക്ക് മൺഡേ ട്രേഡ് ചെയ്യാം. അപ്പൊ നിഫ്റ്റിയെ 24,700, താഴോട്ട് 24,100. ബാങ്ക് നിഫ്റ്റിയുടെ 24,900, താഴോട്ട് 54,500. ഇതാണ് ടാർഗറ്റ്. ഓക്കെ, അപ്പൊ എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.